ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കൊല്ലത്തും വ്യാപക പ്രതിഷേധം. ജില്ലാ ആശുപത്രിയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്കും പ്രതിഷേധം അലയടിച്ചു. ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയായി പ്രതിഷേധം. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യമേഖലയെ തകർത്ത ഭരണമാണിതെന്നും ഈ അവസ്ഥയിൽ മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോയത് വെറും ചികിത്സയ്ക്കായി മാത്രമല്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആരോഗ്യമേഖലയ്ക്കായി അനുവദിച്ച ഫണ്ടുകൾ എങ്ങനെ ചിലവഴിച്ചു എന്ന കണക്ക് പുറത്തുവിടണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് 91,500 കോടി രൂപയാണ്. മാധ്യമ സുഹൃത്തുക്കൾ കണക്ക് കൂട്ടണം. 91,500 കോടി രൂപ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി രൂപയോളം കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കഴിഞ്ഞ 9 വർഷത്തെ ബജറ്റിൽ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപ നിങ്ങൾ ചെലവഴിച്ചു? കേരളത്തിലെ ജനങ്ങൾക്കറിയണ്ടേ? ബി.ജെ.പി. കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് അധ്യക്ഷനായി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദിന്റെ അധ്യക്ഷതയിൽ ബി.ജെ.പി. നേതാവ് വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പോലീസ് പ്രതിഷേധ മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. വരും ദിവസങ്ങളിൽ ആരോഗ്യമേഖലയിലെ തകർച്ചയ്ക്കെതിരെ സമരം ശക്തമാക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. ജനം, കൊല്ലം.